നോക്കിവിടെ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മുരളീധരനെ ഒരു കോൺഗ്രസ് വികാരം ഉണർത്താൻ കഴിഞ്ഞിട്ടുണ്ട്, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ. അത് ഈ പത്മജ ഔട്ട്കമ്മിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആംഗിളാണ്. പത്മജ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്നു. ഉടനെ മുരളിയും ഇപ്പോൾ പി ജയരാജൻ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നതുണ്ടല്ലോ, പെങ്ങൾ പോയി ഇനി അടുത്ത ആങ്ങളെയാണ് എന്നുള്ള നിലയിൽ മുരളിയെ സംശയിക്കുമെന്നായിരുന്നല്ലോ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. മുരളീധരന് ഒരു കോൺഗ്രസ് വികാരം ഒപ്പം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ മുരളീധരൻ അത് നന്നായി ഉപയോഗിക്കുന്നുമുണ്ട്. പെട്ടെന്നാണ് ഈ പറയുന്ന മാറ്റം ഉണ്ടായത്. തൃശ്ശൂരിലേക്ക് വരുന്നു. ഞാൻ മുരളീ ഭവനിൽ നിന്ന് തന്നെയാണ് പ്രചരണം തുടങ്ങുക, അച്ഛൻ്റെയും അമ്മയുടെയും ശവകുടീരത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ നാളെ വലിയ നിലയിലൊരു ക്യാമറ പ്രസൻസ് മുരളീധരൻ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നാളെ നമ്മുടെയൊക്കെ ക്യാമറ ഇരിക്കാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മുരളി ഭവനിലാണ്. അപ്പോൾ അവിടെ മുരളീധരൻ ചിലപ്പോൾ ഒന്ന് കണ്ണീരണിയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ നിലയിലൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. നേരത്തെ ജേക്കബ് ജോർജ് ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ തടഞ്ഞു നിർത്തിയ ആദ്യത്തെ ആൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും രണ്ടാമത്തെ ആൾ K കരുണാകരനുമാണെന്നുള്ളതാണ്. K കരുണാകരൻ കൊലീബി സഖ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ BJP-യുടെ വോട്ട് സമർത്ഥമായി ചോർത്തി UDF-ൻ്റെ പോക്കറ്റിലിടുന്നതിൽ മിടുക്കനായിരുന്നു K കരുണാകരൻ. ആ നിലയിൽ അങ്ങോട്ട് വോട്ട് പോവാതെ ഇങ്ങോട്ട് വോട്ട് കൃത്യമായി കിട്ടുന്ന വിധത്തിൽ അത് ക്രമീകരിക്കാനും K കരുണാകരൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ആ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ വിജയം ഉണ്ടാക്കാൻ BJP-ക്ക് സാധിക്കാത്തതിനെ ആ ആംഗിളിലാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. നമുക്കിവിടെ പക്ഷേ മറുഭാഗത്ത് അങ്ങനെ മുരളീധരൻ ഒറ്റയ്ക്ക് ജയിക്കണ്ട. മറുഭാഗത്ത് ഇപ്പോൾ ഞാൻ പത്മജയുടെ പല ചാനലുകളിലെയും മറ്റുമൊക്കെ ഇൻ്റർവ്യൂ നോക്കുകയായിരുന്നു. പത്മജ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുടെ ഒരു ട്രെയിലർ ഇന്ന് തന്നിട്ടുണ്ട്. ഒന്ന്, വൃത്തികേട് പെണ്ണുങ്ങളുടെ അടുത്ത് പറയലാണ് കോൺഗ്രസ്സുകാരുടെ പണി. ഒരു പെണ്ണിനെയും ജയിക്കാൻ അനുവദിക്കില്ല. ഈ പ്രിയങ്കയുടെ പരിപാടിക്കായി എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി പറ്റിച്ചു. 50 ലക്ഷം രൂപ ചോദിച്ചു, 22 ലക്ഷം രൂപ നൽകി. അന്ന് പ്രിയങ്കയോടൊപ്പം വാഹനത്തിൽ കയറാൻ വേണ്ടി തൃശ്ശൂർ സിറ്റിയിൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നെ DCC പ്രസിഡന്റ് തടഞ്ഞു എന്ന് മാത്രമല്ല വഴക്ക് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഗദ്ഗത കണ്ടയാവുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു കോൺഗ്രസ് വികാരം മുരളി ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് മർമ്മത്തിൽ കുത്തിയിട്ടുമുണ്ട് പ്രിയങ്ക. അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പത്മജ അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇന്ദിരാഭവനും മാരാർജി ഭവനും രണ്ടും എനിക്ക് ഒരുപോലെയാണ്. രണ്ട് വീടുകളാണ് അത്ര. രണ്ട് വീടും സ്വന്തമാണെന്നാണ് പറഞ്ഞത്. എൻ്റെ അല്ല, പത്മജയുടെ. കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഒരേ കൂടി സ്മൃതി, ഇതിനകത്ത് ഈ പത്മജ എപ്പിസോഡിൽ ഏറ്റവും പഞ്ച് ഡയലോഗ് തന്നത് ശോഭാ സുരേന്ദ്രനാണ്. അതാണ് മുരളീധരനെ ഇനി വേട്ടയാടാൻ പോകുന്ന ഡയലോഗും. മുരളീധരനെതിരെ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോഴാണ് മുരളീധരനെ മുരളീജി എന്ന് വിളിക്കേണ്ടി വരുന്നത്? അതിന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ അരുൺ. അതായത് പത്മജ ഇപ്പോൾ BJP-യിലേക്ക് പോയി, മോദി ഊണ് കഴിക്കാൻ വിളിച്ചാൽ പോകും എന്ന് മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇനി ഗ്രൗണ്ടിൽ, അതായത് ഈ മുരളീധരനൊക്കെ മത്സരിക്കുന്ന സീറ്റുകളിലെ ഈ വൈകുന്നേരത്തെ മെഗാഫോൺ വെച്ചുള്ള പ്രസംഗം ഉണ്ടല്ലോ, അതിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് ഈ ഒരു ഫാക്ടറായി. എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. PC ജോർജിനെ അതിരൂക്ഷമായി വിമർശിച്ച് ചീത്ത വിളിച്ച് പറഞ്ഞിട്ടുള്ള ബൈറ്റുകളൊക്കെ ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ G എന്ന് വിളിക്കേണ്ടി വന്നല്ലോ, പാർട്ടിയിലേക്ക് വന്നല്ലോ. ആ ഒരു അനുഭവത്തിൽ G എന്ന് വിളിക്കുന്നത് ഇപ്പം മലയാളികൾ അത്ര അപമാനമായി ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ G എന്ന വിളി കേൾക്കാൻ പത്മജ ആദ്യം പക്ഷെ നല്ലതായിരുന്നു, പിന്നെയാണത് പറയുന്നത്. Meet the editors.